എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം. അപ്പോൾ നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞത് ഒരു ഗൃഹനിർമ്മാണത്തിൽ വാസ്തുപരമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ക്രമീകരിക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വിഷയമായിട്ടാണ് വരുന്നത്. നമ്മളൊരു ഗ്രഹത്തിൽ താമസിക്കുമ്പോൾ ഒരു വീട്ടിൽ നമ്മൾ പഴയ വീടായാലും പുതിയ വീടായാലും നമ്മൾ താമസിക്കുമ്പോൾ നിത്യമായിട്ട് നമുക്കെന്നും അസുഖങ്ങൾ വിട്ടുമാറാതെ വരാറുണ്ട്. അപ്പോൾ ഇതിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച വിഷയമായിട്ട് എടുക്കുന്നത്. അപ്പം പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് അസുഖങ്ങൾ മാറാതെ വരാം. ഒന്ന്, നമ്മുടെ ഗ്രഹത്തിൽ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങളുണ്ട്. പിന്നെ നമ്മുടെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, ദശാസന്ധികളിലൊക്കെ ഉണ്ടാകുന്ന ദോഷങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ജ്യോതിഷപരമായിട്ട് നോക്കിയിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഗ്രഹത്തിൽ വാസ്തുപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് നമുക്ക് സാമാന്യമായിട്ട് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു ഗ്രഹത്തിൽ താമസിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് എനർജി സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നത് എങ്ങനെ എന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബാത്റൂമിൻ്റെ സ്ഥാനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂലഭാഗങ്ങളിൽ ബാത്റൂമുകൾ ഉള്ള ഗ്രഹത്തിൽ ആർക്കെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടായിരിക്കും. കാരണം നമ്മുടെ ഗ്രഹത്തിൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കി തരുന്നതും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി നമുക്ക് ഇല്ലാതാക്കി തരുന്നതുമാണ് ഈ മൂലസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാക്കി തരുന്ന മൂലസ്ഥാനങ്ങളിൽ നമ്മൾ ബാത്റൂമുകൾ സ്ഥാപിച്ചാൽ ഇവിടെ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ ഗ്രഹത്തിൽ ബാധിക്കുകയും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ നിരുതികോണം എന്ന് പറയുന്ന കന്നിമൂലയും അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗം, അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാനകോണം എന്ന് പറയുന്ന ഭാഗവും നമ്മൾ ബാത്റൂമുകൾ ഒരു കാരണവശാലും നമ്മൾ നിർമ്മിക്കാൻ പാടില്ലാത്തതാണ്. ഈ ഭാഗങ്ങളിലെ ബാത്റൂമുകൾ നമ്മളെ 100% അസുഖങ്ങൾ ഉണ്ടാക്കിത്തരും. അപ്പോൾ നമ്മൾ ഈ കന്നിമൂല ഭാഗത്തെ ദോഷങ്ങൾ കൂടുതലും ഗ്രഹനാഥനെയാണ് ബാധിക്കുന്നത്. ഈശാന കോണിലെ ദോഷങ്ങൾ കൂടുതലും ബാധിക്കുന്നത് സ്ത്രീകളെയാണ്, ഗ്രഹനാഥയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി വേണം അവിടുത്തെ നിർമ്മിതികൾ നടത്താൻ. പിന്നെ നമുക്ക് രണ്ടാമത്തെ കാര്യം അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹമധ്യ സൂത്രങ്ങൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകാം. ബ്രഹ്മസൂത്രം, യമസൂത്രമൊക്കെ അടഞ്ഞു കിടക്കുന്നത് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കിത്തരും. അസുഖങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ജലരാശികളാണ്. നമുക്ക് നമ്മുടെ ഗ്രഹത്തിലെ ജലം എന്ന് വെച്ചാൽ ജലം, വായു, അഗ്നി എന്ന പഞ്ചഭൂതങ്ങളിൽ പ്രധാനമായിട്ടുള്ള ജലമാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഈ ജലത്തിൻ്റെ ഒരു സ്ഥിതി നമ്മുടെ ഗ്രഹത്തിൽ ദോഷകരമായിട്ടാണെങ്കിൽ അത് നമുക്ക് ഗ്രഹത്തിൽ വിട്ടുമാറാത്ത മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. നമുക്ക് ഉത്തമ സ്ഥാനങ്ങളിലുള്ള കിണറിൻ്റെ സ്ഥിതികളൊക്കെ നമുക്ക് വേണം. വടക്ക് മധ്യം മുതൽ കിഴക്ക് മധ്യം വരെയുള്ള ജലരാശികളിൽ കുംഭം, മീനം, മേടൻ രാശികളിലൊക്കെ കിണർ കുഴിച്ചാൽ നമുക്ക് ദോഷമില്ലാതെ നിൽക്കും. അല്ലെങ്കിൽ അസ്ഥാനത്തുള്ള കിണറ്റിൽ നിന്ന് കുടിക്കുന്ന ജലമാണ് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കി തരുന്നത്. ഗ്രഹമധ്യ സൂത്രത്തിൽ നിന്നും കിണർ പാടില്ല. അപ്പോൾ ഇവിടത്തേക്ക് കിണറിൽ നിന്ന് ജലം കുടിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ പതുക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗ്രഹത്തിന് വെളിയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളാണ്. ഇത് നെഗറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന വൃക്ഷങ്ങൾ നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളിൽ നിന്ന് വരുന്നുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ ഗ്രഹത്തിലുണ്ടാകുകയും അത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കി തരുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഗ്രഹത്തിൽ ഉത്തമമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഉത്തമ ഗ്രഹമായി മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉള്ള കാര്യങ്ങളുണ്ടായിരിക്കും. ഇല്ലാതെ നമുക്ക് അത്രയ്ക്ക് നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ സമയത്തിൻ്റെ ദോഷങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും നമുക്ക് ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളൊരു ഗൃഹനിർമ്മാണം നടത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുന്ന ഗ്രഹത്തിൽ നമുക്ക് ദോഷങ്ങൾ കുറയും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വരാം. ഇപ്പോൾ നമുക്ക് നിർത്തുന്നു. നമസ്കാരം.